അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുലൈമാൻ ഉസ്താദിന്റെ കുരുത്തക്കേട് കിട്ടിയ നൗഷാദ് ഒസാനി വട്ടൂരി എന്ന കൂലിപ്രഭാഷകൻ AP സമസ്തയിൽ നിന്ന് വിട്ടതിന് ശേഷം പല സംഘടനകളിലേക്കും ചേക്കേറാൻ തുടങ്ങി. ആദ്യമായി ചേക്കേറിയത് EK വിഭാഗം സമസ്തയിലായിരുന്നു. EK വിഭാഗം സമസ്തയിൽ നിന്ന് കുരുവട്ടൂരി കോമാട്ടുചാലിൽ അബ്ദുള്ളയോടൊപ്പം കൂടിയെങ്കിലും പണത്തിനോടുള്ള ആർത്തി തീരാത്ത നൗഷാദ് KNMുമായി രഹസ്യമായി കൂട്ടുകൂടി. അതോടൊപ്പം തന്നെ വിസ്റ്റം ജിന്നൂരികളോടും കൂട്ടുകൂടി. വിസ്റ്റം ജിന്നൂരികളും KNMുമായി കൂട്ടുകൂടിയത് ആരും അറിയരുതെന്ന നിബന്ധനയായിരുന്നു നൗഷാദിനുണ്ടായിരുന്നത്. അങ്ങാടിയിൽ കൂടെ പോവുകയും വേണം, ആനപ്പുറത്ത് കയറുകയും വേണം, ആരും കാണാനും പാടില്ല എന്നൊരു നയമായിരുന്നു. വഹാബികളോട് കൂട്ടുകൂടി അവരുടെ പണം വേണം, അത് സുന്നികൾ അറിയാനും പാടില്ല. കുറെ കാലം KNMകാരും വിസ്റ്റം ജിന്നൂരികളും സഹിച്ചു. പക്ഷേ ഹനീഫ് കായക്കൊടിക്കും മാലിക് സലഫിക്കും കോഴിക്കോട് ജില്ലയിലുള്ള വിസ്റ്റംകാർക്കും കുറെ കാലം ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. മാലിക് സലഫി പറഞ്ഞു, നൗഷാദ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സുന്നികൾക്കെതിരെയാണ്, മുജാഹിദുകൾക്കെതിരെയല്ല എന്ന്. ഹനീഫ് കായക്കൊടിയും പറഞ്ഞത്, നൗഷാദ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആശയമാണ്, വഹാബി തൗഹീദാണെന്നാണ്. വിസ്റ്റം ജിന്നൂരികൾ ഒരു പടി കൂടി മുന്നിൽ കടന്നു. കോഴിക്കോട് ജില്ലയിലുള്ള വിസ്റ്റം ജിന്നൂരികളെ ഏർപ്പാടാക്കിക്കൊണ്ട് നൗഷാദിന്റെ പരിപാടികൾക്ക് ആശംസകൾ അറിയിക്കുന്ന തിരക്കിലാണ്. സമസ്തയെ തകർക്കാൻ വേണ്ടി നൗഷാദിന് എല്ലാവിധ സപ്പോർട്ടും അവർ അറിയിച്ചിരിക്കുകയാണ്. അതോടുകൂടി പുറംപൂച്ച് പുറത്തായിരിക്കുകയാണ്. ഏതായാലും EK സമസ്തയിൽ അവൻ ചേക്കേറുകയും അതിൽ നിന്ന് ചാടിപ്പോവുകയും ചെയ്ത കാരണമറിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത്. ആ കാരണമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നൗഷാദ് EK സമസ്തയിൽ പോയപ്പോൾ നടത്തിയ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ നമുക്ക് വേണ്ടി സ്ഥാപിക്കുകയും മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അതുപോലെ വലിയ വലിയ മഹാരഥന്മാർ ജീവിച്ച് നേതൃത്വം നൽകുകയും ചെയ്ത മഹിതമായ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ അനുയായികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി. അള്ളാഹു ആ മഹാന്മാരുടെ എല്ലാം കൂടെ അവന്റെ സ്വർഗലോകത്തും നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് സമസ്തയെ പഠിക്കാനും അറിയാനും ഉണ്ടായ സാഹചര്യങ്ങൾ, എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള ഏതാനും ചില വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. കൂടുതലായി പറയുന്നില്ല, പറയേണ്ടതുമില്ല. മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ കൂടെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, വന്യരായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ തുടങ്ങി ധാരാളം മഹാരഥന്മാരെ നമുക്ക് സ്മരിക്കാനും നമ്മുടെ മുന്നിൽ നടന്നവരുമാണ്. അതുകൊണ്ട് അവരെല്ലാം പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടിൽ വളർന്നു വന്നത് തന്നെ നമുക്കറിയാം. ചെറുപ്പത്തിൽ 4ാം ക്ലാസ് മുതൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ വളരുന്നത് തന്നെ. ഞാനത് ഇപ്പോൾ പറയാനുള്ള കാരണം, ചിലപ്പോ ഇനി നമ്മൾ സമസ്തയിൽ വന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആളാണ് എന്നാരും പറയണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു ആമുഖം ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യകാലത്ത് ഒരു കാരണവശാലും ഒരു ഗ്രൂപ്പ് വിഷയത്തിൽ നമ്മൾ ഇടപെട്ടിരുന്നില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ ഈ അടുത്ത് ഈ വിവാദം വന്ന അക്കാലം തൊട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രഭാഷണ മേഖലയിലേക്ക് കടന്നത് കൊണ്ടാവണം കൂടുതൽ അനുഭവിച്ചപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇവിടെ എത്താനായത് എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കടന്നില്ലെങ്കിൽ ഇപ്പോഴോ പിടുത്തം കിട്ടണമെന്നില്ല. നമ്മൾ ഇതിലേക്ക് നമ്മുടെ മേഖല വളരെ വ്യക്തമാണ്. പല രൂപത്തിലും
സംഘടനാ ലെവലിൽ മാത്രമൊന്നുമല്ല, പലപ്പോഴും പല മഹല്ലുകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള മഹല്ലുകളിൽ നേരത്തെ വന്നിരായ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ മഹല്ലിൽ 4 കൊല്ലം നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. കൂടുതൽ നീട്ടി പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഇപ്പോൾ പിന്നെ എന്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴി മാത്രം എന്ന രൂപത്തിലേക്ക് വന്നു എന്ന് ചിലപ്പോൾ പലരും അന്വേഷിക്കാനും പറയാനും സാധ്യതയുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കാരണങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരങ്ങൾക്കനുസൃതമായി നമുക്കത് വിശദീകരിക്കാം. കേട്ടല്ലോ സഹോദരങ്ങളെ, കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും കോയക്കുട്ടി ഉസ്താദും തുടങ്ങി മഹാരഥന്മാരായ പണ്ഡിതന്മാരും വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള മഹാമനീഷികളും നേതൃത്വം കൊടുത്ത സമസ്തയിൽ ഞാൻ എത്തിപ്പെട്ടത് അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നാണ് നൗഷാദ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിലനിർത്താൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. നേതാക്കന്മാരെ സോപ്പിടാൻ വേണ്ടി വഹാബിയായ ടി മുഹമ്മദ് ബഷീറിന്റെ മഹല്ലിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവൻ സോപ്പിടുകയും ചെയ്തു. സമസ്തയിൽ പ്രവർത്തിച്ചുകൊണ്ട് സമസ്തയിലെ നേതാക്കന്മാരോടൊപ്പം സ്വർഗത്തിൽ എത്തിച്ചേരാനാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ഏതാനും ചില ദിവസങ്ങൾക്ക് ശേഷം വിഭാഗം സമസ്തയെ വലിച്ചെറിയുന്നതാണ് നാം കണ്ടത്. മാത്രവുമല്ല, CM വലിയുല്ലാഹി ആരായിരുന്നു എന്ന് പഠിപ്പിച്ചു കൊടുത്ത ശംസുൽ ഉലമയെയും ശംസുൽ ഉലമ പഠിപ്പിച്ചത് അപ്പാടെ പകർത്തിയ മാണിയൂർ ഉസ്താദിനെയും ശംസുൽ ഉലമ എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ പറഞ്ഞ നേരിട്ട് കണ്ട അനുഭവമുള്ള ചെറുശ്ശേരി ഉസ്താദിനെയും തെറി വിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതേ വാദം തന്നെ മടവൂർ ശൈഖുനാനെ പറ്റി ഇയാൾ പറയണത് കേട്ടു നോക്കുങ്ങൾ. ഇയാൾക്ക് ആരെ പറ്റിയും പറയാനും റസൂലുള്ളാഹിനെ പറ്റി പറയാൻ പാടില്ലേ. പിന്നെപ്പോ അയിനൂറായ മുത്തു റസൂലിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെട്ട അൻവാറുകളിൽ പ്രധാനിയായ മടവൂർ ശൈഖുനാനെ പറ്റി പറയാൻ പറ്റുമല്ലോ. പേടിയുണ്ടാവോ? വെച്ചോടുക്ക്. ഒന്ന് ശംസുൽ ഉലമ സ്റ്റേജിൽ കയറി ഉടനെ തന്നെ തങ്ങൾക്ക് ഔലിയാക്കന്മാരെ അറിയോ? ആരാ മടവൂരെന്നറിയോ? മടവൂരെന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരിൽപ്പെട്ട മസ്താന്മാര് അതിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് മസ്താന്മാര് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിഷയം അത് തന്നെയായിരുന്നു. എന്താ മസ്താന്മാര് എന്ന് പറഞ്ഞാൽ ആ സൂറത്തുൽ കഹ്ഫിലെ ആയത്ത്, പിന്നെ ഖിദർ നബി മൂസാ നബി അലൈഹിസ്സലാം തമ്മിൽ നടന്ന ആ സംഭാഷണങ്ങൾ ഇതൊക്കെ ഇങ്ങ് അവതരിപ്പിച്ചുകൊണ്ടങ്ങ് പറഞ്ഞു. മസ്താന്മാര് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് എന്നെ പോലെയുള്ള ഒരുപാട് മുതാലിമികൾ ഉണ്ടായിരുന്നു, കേട്ടി ഉസ്താദ് അടക്കം എല്ലാവരും പറഞ്ഞു ഇപ്പൊ മസ്താന്മാര് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് തിരിഞ്ഞ ഔലിയാക്കളിൽപ്പെട്ട മസ്താന്മാര് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആരാണത് ഇപ്പോഴാ മനസ്സിലായത്. നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കുന്ന മാതിരി ഒന്നല്ല. ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ ഒരു വിഭാഗക്കാരാണ്. മഹാനവറുകളെ എനിക്ക് നന്നായി അറിയാന്ന് പറഞ്ഞാല് മസ്താന്മാര് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ശംസുൽ ഉലമയുടെ ആ പ്രസംഗത്തിൽ നിന്ന് നന്നായി പഠിച്ച് ആ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് അവര്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനസ്സ് തെറ്റിപ്പോയവരാണ്. മടവൂർ ശൈഖുനയിലേക്കാണ് ആ വിരൽ ചൂണ്ടുന്നത്. CM എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോ നമ്മൾ സ്റ്റേജിൽ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. സമനിലയും ഭദ്രതയും തെറ്റിയതാണ് പാർക്ക് CM പറയണാക്ക് ഇയാളെ സമനില ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ജാതി ഉലമായിൽ നിന്ന് അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ. അസദ്ദുന്നാസി അദാബൻ ആലിമുൻ ലം യൻഫഉഹു അല്ലാഹു ബിഇൽമിഹി. ഇൽമു കൊണ്ട് ഉപകാരം ചെയ്യാത്ത ഈ വെറും സാഫിയായ ജനങ്ങളെ പണം മിടുങ്ങലല്ലാതെ അവരെ ആഖിറം ഉദ്ദേശിക്കാതെ തോന്നിവാസം പറഞ്ഞ് ഔലിയാക്കൾക്ക് നിയമം പഠിപ്പിക്കുന്നവർ, അവരെ പോലെ നശിച്ചവർ ഇവിടെ ആരാണുള്ളത്? എവിടെന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം? നൗഷാദ് മാത്രമല്ല തെറി വിളിക്കുന്നത്, തെറി പറയുന്നത് കാരണം തെറിയൂര് എന്ന ഓമനപ്പേര് വരെ ലഭിച്ചിട്ടുള്ള കുഞ്ഞമ്മതുമാണ് തെറി പറയുന്നത്. വിഭാഗം സമസ്തയിലേക്ക് ചേക്കേറിയ അവിടെ നിന്ന് കേന്നമുകാരോടും വിഷ്ടങ്കാരോടും പണം വാങ്ങി രഹസ്യമായി അവരോടൊപ്പം കൂടിയ നൗഷാദ് വിഭാഗം സമസ്തയെ വലിച്ചെറിയാനുള്ള കാരണം കോമാട്ടുകാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശമാണ്. അത് ഞെട്ടിക്കുന്ന നിർദ്ദേശമാണ്.
അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. എല്ലാ നിലയിലും ചാനലിൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദാണ്. നിങ്ങൾ അങ്ങനെയല്ലേ ഇപ്പൊ മൂപ്പര് പറയുന്നത് രാമന്തലി SKSSF-ൽ ചേർന്നത് കൊണ്ട് കാഫിറായി ചത്തുപോകുന്ന. മൂപ്പർക്ക് എന്റെ ആക്കിപത്തിലെ പേടിയുള്ളൂ, മൂപ്പര് ആക്കിപത്തിനെ കുറിച്ച് ഒരു പേടിയില്ല. കേട്ടല്ലോ സഹോദരങ്ങളെ, SKSSF-ൽ ചേർന്നാൽ SKSSF-ന്റെ പ്രവർത്തകനായാൽ EK വിഭാഗം സമസ്തയിൽ പ്രവർത്തിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് നൗഷാദ് പറഞ്ഞതെങ്കിൽ യഥാർത്ഥ ഔലിയാക്കന്മാരെയും മശായിഖന്മാരെയും വലിച്ചെറിഞ്ഞുകൊണ്ട് നൗഷാദ് ഷെയ്ഖാക്കിയ പിശാച് പറയുന്നത് SKSSF-ൽ പ്രവർത്തിച്ചാൽ EK സമസ്തയുടെ ആളായാൽ കാഫിറായി ചത്തുപോകുമെന്നാണ്. അഥവാ EK വിഭാഗത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരും അനുയായികളും കാഫിറായി ചത്തുപോകുമെന്നാണ്. ആ നിർദ്ദേശം കിട്ടിയതിന് ശേഷമാണ് നൗഷാദ് EK വിഭാഗം സമസ്തയെ കൈവടിയാനും കാരണം. മറ്റൊരു കാരണമുള്ളതായി ഇതുവരെ നൗഷാദ് പറഞ്ഞിട്ടുമില്ല. മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന വഹാബി ആശയമാണ് കുരുവട്ടൂരി പിശാച് ഷെയ്ഖിനുമുള്ളത്. അതുകൊണ്ട് തന്നെ കുരുവട്ടൂരിസത്തെ ഭയപ്പെടേണ്ടതില്ല, ജാഗ്രത പാലിച്ചാൽ മതി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.